സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതോടെ ഉമ്മൻചാണ്ടിയും കെ സുധാകരനെയും മുല്ലപ്പള്ളിയെയും സുധീരനെയും ഉൾപ്പെടെയുള്ള നേതാക്കളെ രംഗത്തിറക്കി കെപിസിസി ഞെട്ടിക്കും. വരുന്ന തിങ്കളാഴ്ചയ്ക്ക് മുൻപ് സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ രൂപമാകും. ഞായറാഴ്ച ഡൽഹിക്ക് പോകുന്ന നേതാക്കൾ ഞായറാഴ്ച തന്നെ പട്ടികയ്ക്ക് കേന്ദ്രത്തിന്റെ അംഗീകാരം വാങ്ങും. ഉമ്മൻചാണ്ടിയെ കോട്ടയത്തും ഇടുക്കിയിലും പരിഗണിക്കുന്നു. കോട്ടയം കേരള കോൺഗ്രസിന് വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രം അവിടെ മത്സരിപ്പിക്കും. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇടുക്കിക്കാണ് മുൻതൂക്കം. ജോയിസ് ജോർജിനെ പൊളിക്കാൻ ഡീൻ കുര്യാക്കോസിന് കഴിയില്ല എന്നാണ് കണക്കുകൂട്ടൽ. സഭയുടെ പിന്തുണയോടെ മത്സരിക്കുന്ന ജോയിസിനെതിരെ ഉമ്മൻചാണ്ടി വന്നാൽ സഭയുടെ മുട്ടുപിറയ്ക്കും. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ജനവിധി തേടും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വടകരയിൽ ജയരാജനെ നേരിടാൻ തീരുമാനിക്കും. കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് പുതിയ മാനങ്ങൾ നൽകിയ ജയരാജനെ ഇല്ലാതാക്കാൻ മുല്ലപ്പള്ളിയെ പോലൊരു ഗാന്ധിന് മാത്രമേ കഴിയൂ എന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം. അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ സമ്പത്തിനെ തളയ്ക്കും. വെള്ളാപ്പള്ളിയുടെ ശിഷ്യനാണ് അടൂർ. ഈഴവ വോട്ടുകളുടെ കേന്ദ്രീകരണമുള്ള ആറ്റിങ്ങലിൽ അടൂർ ഇറങ്ങിയാൽ 1,00,000 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷം ലഭിക്കും എന്നാണ് കണക്കുകൂട്ടൽ. കോന്നി കോൺഗ്രസിന്റെ എക്കാലത്തെയും ഉറച്ച മണ്ഡലമാണ്. ഇവിടെ ഏത് കുറ്റിച്ചീലിനെയും കൈപ്പത്തിയുടെ അനുഗ്രഹത്തോടെ നിർത്തിയാലും വിജയിക്കും. ഹൈബി ഈഡൻ പി രാജീവനെ തളയ്ക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എറണാകുളത്തിന്റെ പ്രിയപ്പെട്ട ഈഡന്റെ മകന് താലപ്പൊലി സ്വീകരണമായിരിക്കും എറണാകുളത്തുകാർ നൽകുക. സുധീരനെയും പ്രതാപനെയും തൃശൂരിലേക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിലും സുധീരനാണ് മുൻതൂക്കം. ബെന്നി ബെഹനാൻ ചാലക്കുടി പുഴ നീന്തിക്കയറുന്നത് ഇന്നസെന്റിനോടുള്ള വിരോധം കൂടി മുതലെടുത്തുകൊണ്ടായിരിക്കും. ഇന്നച്ചനെ മത്സരിപ്പിക്കരുതെന്ന് ചാലക്കുടിയിൽ സിപിഎമ്മുകാർ ആവശ്യപ്പെട്ടതാണ്. ഷാനിമോൾ ഉസ്മാനെയും സിദ്ധാർത്ഥിനെയും വയനാട്ടിൽ പരിഗണിക്കുന്നുണ്ടെങ്കിലും ഷാനിമോൾക്കായിരിക്കും സാധ്യത. പി കെ ശ്രീമതിയെ തോൽപ്പിക്കാൻ കെ സുധാകരന് കഴിയും എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. ശ്രീമതിക്ക് ഡൽഹിയിൽ നിന്നും കാര്യമായ ഒരു സംഭാവനയും കണ്ണൂരിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കെ സി വേണുഗോപാൽ തന്നെ ആലപ്പുഴ മത്സരിക്കും. ആരിഫിന്റെ ജനപ്രീതി നേരിടാൻ വേണം എന്ന് തന്നെയാണ് കോൺഗ്രസും പറയുന്നത്. ആരിഫിന്റെ ജാതി സമവാക്യങ്ങളും വേണുവിന്റെ രംഗത്തിറക്കിയാൽ കോൺഗ്രസിനെ സഹായിക്കും എന്നാണ് കരുതപ്പെടുന്നത്. വേണുവിന് നായർ സർവീസ് സൊസൈറ്റിയുടെ പിന്തുണ ലഭിക്കും. കെ വി തോമസിനെയും ആന്റോ ആന്റണിയെയും രംഗത്തിറക്കരുതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം. ഇക്കാര്യം അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഞായറാഴ്ച ലിസ്റ്റിന് അന്തിമ രൂപം നൽകും. രാഹുൽ ഗാന്ധി ആയിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇടതുമുന്നണിയുടെ പട്ടിക പുറത്തുവരാനാണ് കോൺഗ്രസ് കാത്തിരിക്കുന്നത്. പട്ടിക പുറത്തായ സാഹചര്യത്തിൽ വലതുമുന്നണി ഞെട്ടിക്കുക തന്നെ ചെയ്യും. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലതുമുന്നണികൾ കരകയറിയില്ല എങ്കിൽ ബുദ്ധിമുട്ടും എന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് ഉള്ളത്. ഇത്രയും അനുകൂല സാഹചര്യം മുതലാക്കാനായില്ല എങ്കിൽ നിയമസഭയുടെ കാര്യവും പ്രതിസന്ധിയിലാകുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഏറെ പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനോടുകൂടിയായിരിക്കും കോൺഗ്രസ് കരുക്കൾ നീക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.